നമസ്കാരം. കോട്ടയം ബെസേലിയസ് കോളേജിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള സ്ട്രോങ് റൂമിന് മുന്നിൽ അരങ്ങേറിയ അത്യന്തം നാടകീയമായിട്ടുള്ള സംഭവ വികാസങ്ങൾ അത് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തന്നെ ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത ഒരു പ്രതിസന്ധിക്കാണ് ഇപ്പോൾ വഴി തുറന്നിരിക്കുന്നത്. ഏപ്രിൽ 9-ാം തീയതി നടന്ന വോട്ടെടുപ്പിന് ശേഷം വൈക്കം നിയോജക മണ്ഡലത്തിലെ വോട്ടിംഗ് യന്ത്രങ്ങളൊക്കെ തന്നെ അതീവ സുരക്ഷയോടെ സൂക്ഷിച്ചിരുന്ന കേന്ദ്രത്തിലാണ് സുരക്ഷാ ചുമതലയുള്ള BSF ജവാന്മാരും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരും തമ്മിൽ വാക്കുതർക്കമൊക്കെ തന്നെ ഉണ്ടായത്. സാധാരണഗതിയിൽ വോട്ടെടുപ്പിന് ശേഷം സമാധാനപരമായി നടക്കേണ്ട നടപടിക്രമങ്ങൾക്കിടയിൽ തോക്കുകളൊക്കെ തന്നെ ഉയരുകയും ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തുകയും ചെയ്ത സാഹചര്യം അത് നിലവിൽ ഭരണകൂടത്തെയും രാഷ്ട്രീയ നേതൃത്വങ്ങളെയും ഒക്കെ തന്നെ ഒരുപോലെ ഇപ്പോൾ ഞെട്ടിച്ചിരിക്കുകയാണ്. ജനാധിപത്യത്തിന്റെ വിധി നിശ്ചയിക്കുന്ന വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ചിരുന്ന കേന്ദ്രത്തിൽ ക്രമസമാധാന പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടായത് അത് വലിയൊരു സുരക്ഷാ വീഴ്ചയായിട്ടാണ് ഇവിടെ പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഈ സംഘർഷത്തിന്റെ മൂലകാരണം ഒരു കേന്ദ്ര നിരീക്ഷകൻ പുറപ്പെടുവിച്ച വിചിത്രവും അതോടൊപ്പം തന്നെ ചട്ടവിരുദ്ധവുമായിട്ടുള്ള നിർദ്ദേശമായിരുന്നു എന്നതാണ് വസ്തുത. സ്ട്രോങ് റൂമുകൾ പൂട്ടി ഔദ്യോഗികമായി സീൽ ചെയ്ത ശേഷം ആ പൂട്ടുകളുടെ താക്കോലുകൾ അവിടെ തന്നെ വെക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ കർക്കശമായ ആവശ്യം. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൃത്യമായ പ്രോട്ടോകോൾ അനുസരിച്ച് സ്ട്രോങ് റൂമുകൾ സീൽ ചെയ്താൽ അതിന്റെ താക്കോലുകൾ പ്രത്യേകമായി മുദ്രവെച്ച് ട്രഷറിയിലോ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടം നിശ്ചയിച്ചിട്ടുള്ള അതീവ സുരക്ഷയുള്ള ലോക്കറുകളിലോ ഒക്കെ തന്നെയാണ് അത് സൂക്ഷിക്കേണ്ടത്. സുരക്ഷാ സങ്കേതത്തിന്റെ താക്കോൽ അവിടെ തന്നെ പരസ്യമായി വെക്കുന്നത് വോട്ടിംഗ് യന്ത്രങ്ങളിൽ അനാവശ്യമായിട്ടുള്ള കൈകടത്തലുകളൊക്കെ തന്നെ നടത്താൻ ആർക്കെങ്കിലും ഒക്കെ തന്നെ അവസരമൊരുക്കുമെന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരോട് തന്നെ മറുപടി നൽകി. ഇതേ ചൊല്ലിയുണ്ടായ വാക്കുതർക്കമാണ് പിന്നീട് വലിയ സംഘർഷത്തിലേക്ക് നീങ്ങിയത്. തന്റെ ഉത്തരവ് നടപ്പിലാക്കാൻ തയ്യാറാകാത്ത ഉദ്യോഗസ്ഥർക്ക് നേരെ കേന്ദ്ര നിരീക്ഷകരും അവിടെ ഉണ്ടായിരുന്ന സുരക്ഷാ സൈനികരും പ്രകോപിതരായി പെരുമാറുകയായിരുന്നു. തർക്കം മൂർച്ഛിച്ചതോടെ സ്ഥലത്തുണ്ടായിരുന്ന BSF ജവാന്മാർ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരെ തോക്ക് ചൂണ്ടിയതായിട്ടും ഭീഷണിപ്പെടുത്തിയതായിട്ടും ഒക്കെ തന്നെ അതീവ ഗൗരവകരമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. രാജ്യത്തിന്റെ അതിർത്തി കാക്കുന്ന സൈനിക വിഭാഗം നാട്ടിലെ നിയമങ്ങൾ പാലിച്ച് ജോലി ചെയ്യുന്ന സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും ഒക്കെ തന്നെ നേരെ ആയുധം പ്രയോഗിക്കാൻ മുതിർന്നത് ഭരണഘടനാപരമായിട്ടുള്ള ലംഘനമാണെന്ന് ഉദ്യോഗസ്ഥ സംഘടനകൾ പോലും ഇവിടെ ആരോപിക്കുന്നുണ്ട്. മണിക്കൂറുകളോളം സ്ട്രോങ് റൂം പരിസരം ഈ സംഘർഷാവസ്ഥയിൽ തുടർന്നത് വോട്ടെണ്ണൽ പ്രക്രിയ തന്നെ പോലും ഇപ്പോൾ ബാധിക്കുമോ എന്നുള്ള ഭീതി അതിപ്പോൾ ഏറെ ഉയർത്തിയിട്ടുണ്ട്. ഏതായാലും സംഭവം വൻ വിവാദമായതോടുകൂടി ജില്ലാ കളക്ടറും അതുപോലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും അടിയന്തരമായി തന്നെ ബെസേലിയസ് കോളേജിലെത്തി ചർച്ചകൾ നടത്തുകയുണ്ടായി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചട്ടങ്ങൾ ലംഘിക്കാൻ കഴിയില്ലെന്നും സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ തന്നെ പാലിച്ചേ മതിയാകുമെന്നും ഉദ്യോഗസ്ഥർ കളക്ടറുടെ സാന്നിധ്യത്തിലും ഉറച്ച നിലപാട്. കേന്ദ്ര നിരീക്ഷകന്റെ ആവശ്യം നിയമവിരുദ്ധമാണെന്ന് ബോധ്യപ്പെട്ടതോടെ ജില്ലാ ഭരണകൂടം ഉദ്യോഗസ്ഥരുടെ നിലപാടിന് പിന്തുണ നൽകി. എന്നിരുന്നാലും വോട്ടെടുപ്പ് കഴിഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ ഇത്തരമൊരു അനിഷ്ട സംഭവം ഉണ്ടായത് ഭരണാധികാരികളെയും അതോടൊപ്പം രാഷ്ട്രീയ പാർട്ടികളെയും വലിയ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഈ അതിക്രമത്തിനെതിരെ കമ്മീഷൻ ഔദ്യോഗികമായിട്ട് പരാതി നൽകാനാണ് ഉദ്യോഗസ്ഥ സംഘടനകളുടെയൊക്കെ തന്നെ നീക്കം. ഈ സംഭവത്തിന് പിന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചനയുണ്ടോ എന്ന സംശയവും ചില രാഷ്ട്രീയ കോണുകളിൽ ഇപ്പോൾ ഉയരുന്നുണ്ട്. സ്ട്രോങ് റൂമിലെ സുരക്ഷാ ക്രമീകരണങ്ങളിൽ മാറ്റം വരുത്താൻ ശ്രമിച്ചതും അതുപോലെ തന്നെ താക്കോൽ അവിടെ തന്നെ വെക്കാനായിട്ട് നിർബന്ധിച്ചതുമൊക്കെ തന്നെ വോട്ടിംഗ് യന്ത്രങ്ങളിൽ അട്ടിമറി നടത്താനുള്ള നീക്കത്തിന്റെ ഭാഗമാണോ എന്ന് രാഷ്ട്രീയ പാർട്ടികളും ആശങ്കപ്പെടുന്നു. വോട്ടെണ്ണൽ നടക്കാനിരിക്കുന്ന മെയ് മാസം വരെ അതീവ ജാഗ്രത പുലർത്തേണ്ട സുരക്ഷാ ഉദ്യോഗസ്ഥർ തന്നെ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അത് ജനാധിപത്യ പ്രക്രിയയുടെ വിശ്വാസ്യത തന്നെ ഇവിടെ തകർക്കുമെന്ന് വിമർശനം ഉയരുന്നുണ്ട്. വൈക്കം മണ്ഡലത്തിലെ വോട്ടർമാരുടെ വിധി സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്താൻ കേന്ദ്ര സേനയ്ക്ക് പകരം കടുത്ത നിരീക്ഷണം ഏർപ്പെടുത്തണമെന്ന ആവശ്യവും ശക്തമാണ്. നിലവിൽ സ്ട്രോങ് റൂം പരിസരത്ത് ശാന്തത തിരിച്ചു വന്നിട്ടുണ്ടെങ്കിലും ജീവനക്കാരുടെ മനോവീര്യം തകർക്കുന്ന തരത്തിലുള്ള പെരുമാറ്റം അത് വരും ദിവസങ്ങളിൽ വലിയ നിയമ പോരാട്ടങ്ങളിലേക്ക് നയിക്കുമെന്ന കാര്യം ഉറപ്പാണ്. സർക്കാർ ജീവനക്കാരുടെ ജോലി തടസ്സപ്പെടുത്തുകയും ആയുധം കാട്ടി ഭീഷണിപ്പെടുത്തുകയും ചെയ്ത ജവാന്മാർക്കെതിരെ കർശന നടപടി വേണമെന്ന് വിവിധ സംഘടനകളും ആവശ്യപ്പെട്ടു കഴിഞ്ഞു. വോട്ടെണ്ണൽ ദിവസം വരെ സമാനമായ